സമത അടുത്ത ബീഫ് കൊണ്ടാട്ടം. 4 കിലോനട്ട 4 കിലോ ആയിട്ടുള്ള റെസിപ്പിയാണ്. മുളക് പൊടി, ബീഫ് മസാല, മല്ലിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സംഭവങ്ങൾ ആഡ് ചെയ്യട്ടെ. പൊടി ഉപ്പ്, പച്ച വെളിച്ചെണ്ണ നല്ലോണം മിക്സ് ആക്കട്ടാ. കോയ ബീഫ് റെഡി അല്ലേ? ബീഫ് റെഡി. ബീഫ് കോയ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ആക്കിയിട്ടുള്ള മസാലയിലേക്ക് ഇതാ മിക്സ് ആക്കാം. ബീഫ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് മതിട്ടാ. ഇതിൽ ഇനി വെള്ളം ഒഴിക്കുക, വേറെ എന്തെങ്കിലും വെള്ളം ഒഴിക്കണം. ഈ ബീഫത്തെ നീരായിരുന്നു, കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുറച്ച് വെള്ളം എടുത്തണം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒക്കെ റെഡിയാക്കി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ റെഡി. ബീഫ് റെഡി. എത്ര വിസിലാണ് ഇനി കുക്കർ കിടന്നത്? 6 വിസിലല്ലേ? ബീഫ് കൊണ്ടാട്ടടിക്കാനുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുളക് പൊടി, പിന്നെ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളി പേസ്റ്റ്, സുർക്ക എസെൻസ്, കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, കോൺഫ്ലവർ. മസാല നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. ബീഫിനും ഫിഷിനും ഒറ്റ മസാല അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫിഷ് മസാലയ്ക്കുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബീഫിൻ്റെ മസാല ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്താണ്. അതേപോലെ തന്നെ ഫിഷിനുള്ളതാണിത്. അപ്പോൾ ഫിഷിനുള്ള ഇനി ഇതിൽ ഫിഷ് മസാല ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കും. പുഴുങ്ങിയെടുത്തിട്ടുള്ള ബീഫ് അങ്ങനെ നമ്മുടെ കൊണ്ടാട്ടത്തിന് റെഡിയാക്കിയിട്ടുള്ള മസാലയിലേക്ക് കണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചൂട് തന്നെ മസാല അങ്ങനെ ഉണ്ടോ? ചൂടാറിയിട്ട് ചൂടൊക്കെ പൊടിക്കട്ടെ. ചൂടായിരുന്നു നല്ല രീതിയിൽ കഴിച്ചെടുക്കല്ലേ. ഇത് ഇനി അടുത്തത് ചില പരിപാടി ഇല്ലേ? ഇനി പൊരിക്കും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കല്ലേ? ഓക്കെ, വെരി ഗുഡ്. കുക്കറിൽ നിന്ന് ബീഫ് ശരിക്കും കിടന്ന് വന്നപ്പോഴേ നല്ല രീതിയിൽ സ്മെല്ല് പുറത്തേക്ക് കിട്ടുന്നുണ്ട്. ആ ആവിയിലും ഉണ്ട്. ഇനി ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണേ. ബീഫ് പിന്നെ അധികം ആവണ്ടാവുന്നോണ്ടല്ല, ഓൾറെഡി കുക്കറിൽ കിടന്നോണ്ട് അല്ലേ? ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ചുവന്ന മുളക്, കുരുമുളക് പൊടി, വലിയ ജീരകം, നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ്, ചപ്പ്. ഇന്ന് ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ലുക്ക് കാണുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബായ്. ബിരിയാണി എന്തിനൂടെ? മന്തി റൈസും ഒരു ബീഫും.